ന്യൂസ് റൂം ലൈവ് തുടരുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ ശുപാർശ. GST കൗൺസിൽ സെക്രട്ടേറിയറ്റാണ് ഇത് സംബന്ധിച്ച് ശുപാർശ നൽകിയത്. വിമാന ഇന്ധനവും GSTയിൽ ഉൾപ്പെടുത്തുന്നത് പരിശോധിക്കാൻ ശുപാർശയുണ്ട്. അടുത്ത വെള്ളിയാഴ്ച GST കൗൺസിൽ യോഗം ലക്നൌവിൽ ചേരും. KP അഭിലാഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, നാട് കാത്തിരിക്കുന്ന ഒരു തീരുമാനം. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഗുജറാത്തിലും അതോടൊപ്പം തന്നെ പഞ്ചാബിലും UPയിലുമൊക്കെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. പ്രതീക്ഷിക്കണോ ഇത് GSTയിൽ പെട്രോൾ ഡീസൽ വിലയൊക്കെ ഉൾപ്പെടുത്തുമെന്ന്? സുരേഷ്, താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ രാജ്യത്തെ സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ ഏറെ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് ഈ ഇന്ധനത്തിന്റെ വില കുറയുക എന്നത്. കേരളത്തിൽ തന്നെ മധ്യവർത്തി കുടുംബത്തിൽ ഉൾപ്പെടെ ഒരു 2 വീലറോ 4 വീലറോ ഒക്കെ ഒരു സാധാരണമായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില പല കുടുംബങ്ങളെയും നേരിട്ട് ബാധിക്കുന്നു. പരോക്ഷമായും ഇത് ബാധിക്കുന്നത് ചരക്ക് നീക്കത്തിന് ചെലവേറുമ്പോൾ പഴം, പച്ചക്കറി പോലെയുള്ള ഉൽപ്പന്നങ്ങളിൽ അത് പ്രകടമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സുരേഷ്, തുടക്കത്തിൽ തന്നെ പറയട്ടെ, അമിതമായ ഒരു പ്രതീക്ഷയും ഈ വിഷയത്തിൽ വെച്ചു പുലർത്തേണ്ടതില്ല. കാരണം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി കേരള ഹൈക്കോടതിയിൽ എത്തുകയും ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ GST കൌൺസിലിനും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് GST കൌൺസിലിലേക്ക് ഈ ഇന്ധനത്തിന്റെ വില പരിഗണിച്ചുകൂടെ എന്നുള്ളതാണ് ഈ ചോദ്യം. അതിന് 6 ആഴ്ചയ്ക്കകം മറുപടി നൽകുവാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് GST കൌൺസിൽ സെക്രട്ടേറിയറ്റ് ഇത്തരത്തിൽ GSTയുടെ പരിധിയിലേക്ക് ഇന്ധനത്തിന്റെ വില പരിഗണിക്കാൻ സാധിക്കുമോ എന്നത് സംബന്ധിച്ച സാധ്യത പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സാധ്യത പരിശോധിക്കുക എന്നത് മാത്രമാണ്, മറിച്ച് ഇത് പരിഗണിക്കണം എന്ന ഒരു ശുപാർശയല്ല. അവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഒരുപക്ഷെ കേരളത്തിന്റെ ധനമന്ത്രിയോട് ഈ നിമിഷം നമ്മൾ പ്രതികരണം തേടിയാൽ അദ്ദേഹമടക്കം ഇതിനെ ശക്തമായി എതിർക്കും. ഇതിനു മുമ്പും കേരളത്തിന്റെ ധനമന്ത്രിമാർ ഇന്ധന വിലയെ GSTയിൽ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിനെ ശക്തമായി എതിർക്കുന്നവരാണ്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും എതിർക്കും. കാരണം കേരളത്തിന്റെ നികുതി വരുമാനത്തിന്റെ 30% ഈ പെട്രോൾ, ഡീസൽ വിലയിൽ നിന്ന് ലഭിക്കുന്ന നികുതിയാണ്. വിവിധ സംസ്ഥാനങ്ങൾക്ക് എല്ലാം തന്നെ അവരുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്നത് ഇന്ധന നികുതി തന്നെയാണ്. അത് GST കൌൺസിലിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ GST കൌൺസിലിന്റെ സ്ലാബുകൾ 5%, 12%, 28% എന്നിങ്ങനെയാണ്. സ്വർണത്തിന് മാത്രമാണ് 3% എന്ന നിലയിൽ പ്രത്യേകമായ സ്ലാബ് ഉള്ളത്. സ്വാഭാവികമായും പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ അടിസ്ഥാന വിലയുടെ 28%, GSTയുടെ ഏറ്റവും ഉയർന്ന ശതമാനമായി 28% ഈടാക്കിയാൽ പോലും അതിന്റെ ഒരു നിശ്ചിത ശതമാനം, അതായത് നികുതി വരുമാനത്തിന്റെ പകുതി മാത്രമേ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കേന്ദ്ര സർക്കാരിനാകട്ടെ ഈ GSTക്ക് പുറമെ മറ്റ് നികുതികൾ, എക്സൈസ് നികുതി അടക്കം, SS അടക്കം അധികമായി ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് അധിക വരുമാനം നേടുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾ ഒന്നടങ്കം GST പരിധിയിലേക്ക് ഇന്ധന വിലയെ ഉൾപ്പെടുത്തുന്നതിനെ എതിർക്കുമെന്നത് വളരെ പ്രകടമാണ്. അവിടെയാണ് സുരേഷ് ചോദിച്ച മറ്റൊരു ചോദ്യം പ്രസക്തമാകുന്നത്. ഇതിന്റെ രാഷ്ട്രീയം, അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയവും തുറന്നു കാണിക്കാൻ പറ്റുന്ന ഒന്നാണ് GST കൌൺസിലിലേക്ക് ഇതിനെ കൊണ്ടുവരിക. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൊണ്ടുവരിക എന്ന നീക്കം നടക്കുമ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ എതിർക്കുമെന്നതിനെ തന്നെയായിരിക്കും രാഷ്ട്രീയമായി തന്നെ ഇതിനെ തുറന്നു കാണിക്കാൻ കേന്ദ്ര സർക്കാരിന് അവസരം ലഭിക്കുന്നത്. ഒപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണങ്ങളും കേന്ദ്ര സർക്കാരോ GST കൌൺസിലോ ഇതുവരെയും നൽകിയിട്ടില്ല. ഏതായാലും വെള്ളിയാഴ്ചയാണ് അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ കൌൺസിൽ യോഗം നടക്കുക. നമുക്ക് കാത്തിരുന്ന്